ആംബുലൻസ് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായെന്ന് പറഞ്ഞാല് വൈക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ്, അപ്പം വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ വേർത്തിട്ട് ആകെ ഇതായിട്ട്, അപ്പൊ ആംബുലൻസ് ഡ്രൈവർ ഉടനെ പറഞ്ഞു അറ്റാക്കിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഐസിയുലാക്കണമെന്ന് പറഞ്ഞ് എന്നിട്ടും ഈ കാലിന്റെ വലിയ പൊട്ടമൊന്നും അവർ ശ്രദ്ധിച്ചില്ല. കടുത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഭക്ഷണം കുറഞ്ഞ്, പിന്നെ ഇദ്ദേഹത്തിന് ആദ്യം സ്ട്രോക്ക് വന്ന ഒരാളാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഡോക്ടർ കണ്ടില്ല എന്നാണ് ഈ മെഡിക്കൽ കോളേജില് അതുപോലെ പേരാമ്പ്ര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥ കാരണം രോഗി ഗുരുതരാവസ്ഥയിലായതായി പരാതി. കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയായ ബാലകൃഷ്ണൻ എന്ന 72 വയസ്സുകാരനാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണം ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് വീണ് കാലിന്റെ എല്ല് പൊട്ടിയ നിലയിൽ ബാലകൃഷ്ണനെ പേരാമ്പ്രയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. എന്നാൽ ആ സമയത്ത് ഡോക്ടർമാർ ബാലകൃഷ്ണനെ കൃത്യമായി പരിശോധിക്കാത്തത് കാരണം അദ്ദേഹത്തിന്റെ ഇടുപ്പെല്ലിന് പൊട്ടുള്ള കാര്യം തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചില്ല. തുടർന്ന് അദ്ദേഹത്തിന്റെ മുട്ടിന്റെ ഭാഗത്ത് ഉള്ള ചെറിയ പൊട്ട് മാത്രം ഡോക്ടർമാർ കാണുകയും അതിന് മാത്രം ചികിത്സ നൽകിക്കൊണ്ട് ബാലകൃഷ്ണനെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞു വിടുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ട്രോക്ക് വന്നത് കാരണം കൃത്യമായി സംസാരിക്കാൻ പോലും കഴിയാത്ത ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ രോഗി പിന്നീട് വീട്ടിൽ വെച്ച് അനുഭവിക്കേണ്ടി വന്നത് വളരെ കഠിനമായ വേദനയാണ്. ഇത് പിന്നീട് അദ്ദേഹത്തിന്റെ ഹൃദയാഘാതത്തിന് പോലും കാരണമായി എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. കുടുംബത്തിന്റെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാലും ഇപ്പോൾ ബാലകൃഷ്ണന്റെ മകളുടെ ഭർത്താവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നാണ് വീഴുന്നത്. ഈ വീഴ്ച വന്ന സമയത്ത് ഞാൻ ഉടനെ വിളിച്ചു. എൻ്റെ വീട്ടിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടർ ഓർത്തോ ഡോക്ടർ തന്നെയാണ് കാണിക്കുന്നത്. ഓർത്തോ ഡോക്ടർ നോക്കിയിട്ട് ഈ ഇടത് കാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് ചെറിയൊരു പൊട്ടുണ്ട്. അപ്പൊ അത് എക്സ്റേ എടുത്ത സമയത്ത് അത് കണ്ട് അതിന് പ്ലാസ്റ്റർ ഇട്ട്, അപ്പോൾ കുറച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് ആಗಿ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിലോട്ട് പോയി. പിന്നെ ഒരു 4 ദിവസം ഇങ്ങനെ വീട്ടിലിങ്ങനെ കിടന്നു, അനങ്ങാതെ നേരെ കിടന്നു. ആ സമയത്ത് ഭയങ്കര വേദന വന്നു. ആ വേദന വന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞിട്ട് 5ാമത്തെ ദിവസം ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. ആംബുലൻസ് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായെന്ന് പറഞ്ഞാല് വൈക്ക് വെച്ചിട്ട് അദ്ദേഹത്തിന് വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ്, അപ്പം വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഇങ്ങനെ വേർത്തിട്ട് ആകെ ഇതായിട്ടുണ്ട്. അപ്പൊ ആംബുലൻസ് ഡ്രൈവർ ഉടനെ പറഞ്ഞു അദ്ദേഹത്തിന് ആദ്യം കൊണ്ടുപോകേണ്ടത് പിന്നെ ECG എടുക്കാനാണ് കൊണ്ടുപോകേണ്ടത്. അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ട്, ഹാർട്ടിന് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്താണ് നമ്മൾ ഡോക്ടറെ കാണിക്കാനും ECG എടുക്കാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ഇതിന്റെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അറ്റാക്കിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഐസിയുലാക്കണമെന്ന് പറഞ്ഞ് ഈ ഞങ്ങളെ മറ്റേ ആശുപത്രിയിൽ നിന്ന് എടുത്ത ആ ലിസ്റ്റൊക്കെ എല്ലാം ഇവരെ കാണിച്ചു. രേഖകളൊക്കെ അവരെ കാണിച്ച സമയത്ത് പറഞ്ഞ് നമ്മള് ഐസിയുല് ഇടണം ഇയാളെ, എന്നാലാണ് ചികിത്സ നടക്കുമെന്ന് പറഞ്ഞ്. ആ സമയത്ത് ഐസിയുൽ ഇടണമെങ്കിൽ 8,000 രൂപ വേണമെന്ന് പറഞ്ഞു. 8,000 രൂപ ഉണ്ടാക്കി അവര് രാത്രിയായ സമയത്ത് അവര് പറയുന്നത് എന്താ പറഞ്ഞാൽ 20,000 രൂപ അടക്കണം. 8,000 പോരാ. അപ്പൊ എന്താന്ന് വെച്ചാൽ 8,000 രൂപയാണല്ലോ നിങ്ങൾ ഐസിയുൽ പറഞ്ഞത്, പിന്നെ എന്താ 12,000 എന്താന്ന് വെച്ചു. 12,000 അത് പല ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്, 20,000 രൂപ അടക്കണം. അങ്ങനെ 12 8,000 വെച്ച് 20,000, അങ്ങനെ 20,000 രൂപ കിട്ടിയാൽ ആദ്യം ചെറിയ ഐസിയു ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പൈസ അടച്ചിട്ടുള്ള ഐസിയു മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റേതെല്ലാം ഫുള്ളാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ കയറ്റുന്നത്. അങ്ങനെ പൈസ അടച്ച് 5 മിനിറ്റിനുള്ള എന്തായി വേഗം ഞങ്ങളെ മറ്റേ ഐസിയുലേക്ക് ആക്കി. 20,000 രൂപയുടെ കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം മറ്റുള്ള ഐസിയുലേക്ക് ഇട്ടു. പിന്നെ അവിടുന്ന് 2-3 ദിവസം അവിടെ ഇങ്ങനെ നിന്നു. എന്നിട്ടും ഈ കാലിന്റെ വലിയ പൊട്ടമൊന്നും അവർ ശ്രദ്ധിച്ചില്ല. കടുത്ത വേദനയാണ് അനുഭവപ്പെടുന്നത്. അപ്പം ഭക്ഷണം കുറഞ്ഞ്, പിന്നെ ഇദ്ദേഹത്തിന് ആദ്യം സ്ട്രോക്ക് വന്ന ഒരാളാണ് ഈ ബാലകൃഷ്ണൻ. മുൻപേ 2 വർഷമായിട്ട് 2 വർഷം വേദനയുള്ള കാര്യം ഇദ്ദേഹത്തിന് പറയാൻ അറിയില്ല, ഓർമ്മക്കുറവ്. അതാണ്, ഒന്നും പറയില്ല. എവിടെയാ വേദന എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനൊന്നും അറിയില്ല, സ്ട്രോക്ക് വന്നതിന് ശേഷം. അങ്ങനെയുള്ള ഒരു കക്ഷിയാണിത്. അപ്പോ അദ്ദേഹത്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത്. അപ്പോ പിന്നെ അവിടുന്ന് 3-4 ദിവസം ഈ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും ഡിസ്ചാർജ് ആക്കി ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോയി. അവിടുന്ന് വീണ്ടും 4-5 ദിവസം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിന് കടുത്ത വേദനയും ആകെ സോഡിയം കുറഞ്ഞിട്ടൊക്കെ ഉള്ള ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടായി. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
ആ സമയത്താണ് ഞങ്ങൾ അവരോട് പറഞ്ഞ് സാറേ ഇദ്ദേഹത്തിന് ഈ ഊരേന്റെ ഭാഗം, ഇടുപ്പ് എല്ലിന്റെ ആ ഭാഗം നമ്മൾ താങ്ങുന്ന സമയത്ത് അവിടെയാണ് കൂടുതൽ വേദന വരുന്നത്, അതുകൊണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം സാറ്, അവിടെ എന്തോ കുഴപ്പമുണ്ട് എന്ന് ഞങ്ങൾ അങ്ങോട്ട് പറയാണ്. എന്നതിന് ശേഷമാണ് അവര് അങ്ങനെ അതുവരെ നോക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങള് ഇതാ എക്സ്റേ ഇപ്പൊ കണ്ടറിയതാ, ഈ എക്സ്റേന്റെ അകത്ത് പറയുന്നുണ്ട് ഇതാ എല്ലാ ഡോക്ടറും, ഞാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെയും പിന്നെ അതുപോലെ തന്നെ എന്റെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പേരാമ്പ്രയുള്ള ആ ഡോക്ടറും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇത്രയും വലിയൊരു പൊട്ട് ഉണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഡോക്ടർ കണ്ടില്ല എന്നാണ് ഈ മെഡിക്കൽ കോളേജില് അതുപോലെ പേരാമ്പ്ര ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയുന്നത്. ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ തലയിലെ ഞരമ്പ് പൊട്ടിയിട്ടുണ്ട്, തലച്ചോറിലേക്കുള്ള ഞരമ്പ് പൊട്ടിയത് കാരണം അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ പൂഴി കെട്ടി തൂക്കിയിട്ട് വീട്ടിൽ, അപ്പം ഹോസ്പിറ്റലിൽ നിന്ന് മണൽ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ കാല് പരിച്ചിട്ടുണ്ട്, അപ്പൊ വീട്ടിലെത്തിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇതുപോലെ തന്നെ ചെയ്തു, മണലെല്ലാം കെട്ടി തൂക്കി ഇങ്ങനെ വെയിറ്റൊക്കെ ഇട്ട്. പക്ഷെ കടുത്ത വേദന കാരണം, സഹിക്കാൻ പറ്റാത്തത് കാരണം കരച്ചിലാണ്, വീട്ടിൽ ഒരു ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും എന്തായി ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന് ഞാൻ കോഴിക്കോട്. അപ്പൊ ഞാൻ പേരാമ്പ്ര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് അടുത്ത ഡോക്ടറോട് റെഫർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക്. ആ സമയത്ത് ഞാൻ ഡോക്ടർ ഈ എക്സ്റേ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ഡോക്ടറും ചോദിച്ചു ഇത്രയും വലിയൊരു പൊട്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ ഡോക്ടറൊന്നും ഇത് കണ്ടില്ല എന്ന് ചോദിച്ച്. അങ്ങനെ അതേപോലെ അതേ വാക്ക് തന്നെയാണ് ഈ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടും ഇവിടുത്തെ ഡോക്ടറും ഓർത്തോ ഡോക്ടറും ചോദിച്ചതാണ്, ഇത്രയും വലിയൊരു പൊട്ടുണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങളെ എന്തിനീ വീണ്ടും ഈ പിന്നെ സ്കാനിങ് എടുപ്പിക്കുന്നത്, ഇത്രയും പൈസ. നിലവിലിപ്പോ അച്ഛൻ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ചികിത്സയിലാണല്ലേ, നിങ്ങളുടെ ഭാര്യ പിതാവ്? അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും ഇല്ലാതെ ആകെ ക്ഷീണിച്ച്, ഭക്ഷണം കഴിച്ചുകൂടാ, നെഞ്ചിനൊക്കെ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണം കഴിച്ചുകൂടാത്തൊരു സ്ഥിതിയാണ്. പിന്നെ സോഡിയം ഇങ്ങനെ വീണ്ടും കുറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു പിന്നെ അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ മണലൊക്കെ കെട്ടി തൂക്കിയിട്ടുള്ളത്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എല്ലാവിധ ഇതും എല്ലാ വിഭാഗത്തിന്റെ, അതായത് മെഡിസിൻ്റെതും പിന്നെ അതുപോലെ എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ റിപ്പോർട്ടും കൃത്യമായി കിട്ടിയാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ. ഉടനെ എവിടെന്നെങ്കിലും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഇദ്ദേഹത്തെ കാണിക്കുന്ന. ആദ്യം ഞങ്ങൾ കാണിക്കുന്ന ഒരു ഞരമ്പിന്റെ ഒരു ഡോക്ടർ ഉണ്ട്, അദ്ദേഹം നമ്മളെ ജെയിംസ് ജോസിനെ കാണിക്കാറ്. ഇദ്ദേഹത്തെ ഈ സ്ട്രോക്ക് വന്നതിന് ശേഷം സ്ഥിരമായിട്ട് കാണിക്കാറ്. അല്ലല്ല മെഡിക്കൽ കോളേജിലല്ല, മെഡിക്കൽ കോളേജിൽ റിട്ടയർ ആയ ഒരു പ്രൊഫസർ ഉണ്ട് ഞരമ്പിന്റെ, അദ്ദേഹത്തെയാണ് കാണിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു പിന്നെ ഓപ്പറേഷൻ ചെയ്യാം, പിന്നെ എല്ലാവരും പറയാണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇപ്പം രക്തമില്ലാത്ത കുഴപ്പമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് O നെഗറ്റീവ് രക്തം എത്രയും പെട്ടെന്ന് കയറ്റേണ്ടതുണ്ട്. O നെഗറ്റീവ് രക്തത്തിന് വേണ്ടി ഞങ്ങളിങ്ങനെ എല്ലാ ഭാഗങ്ങളിലും അന്വേഷിച്ച് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊടുക്കുകയാണ്. അങ്ങനെയാണുള്ളത്. നിലവിൽ ബാലകൃഷ്ണൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായിട്ട് പേരാമ്പ്രയിലെ 2 സ്വകാര്യ ആശുപത്രികളിലായിരുന്നു ചികിത്സയ്ക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 ആശുപത്രികളിലെ ഡോക്ടർമാർക്കും അദ്ദേഹത്തിന്റെ ഇടുപ്പലിന് പൊട്ടലുള്ള കാര്യം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് വളരെ അത്ഭുതകരമായിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഡോക്ടർമാർ ഇടുപ്പിന്റെ ഭാഗം പരിശോധിക്കാനെങ്കിലും തയ്യാറാവുന്നത്. പിന്നീടാണ് ഇത്തരത്തിൽ പൊട്ടലുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്നത്. അപ്പോഴും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞു വിടാനാണ് ഡോക്ടർമാർ ശ്രമിച്ചത്. പിന്നീട് കുടുംബം അദ്ദേഹത്തിന്റെ സ്ഥിതി മോശമായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അദ്ദേഹത്തെ. അദ്ദേഹത്തിന്റെ അവസ്ഥ ഇത്ര കണ്ട് മോശമാകുന്നതിന് കാരണം ആ 2 സ്വകാര്യ ആശുപത്രികളിലെയും ഡോക്ടർമാരുടെ അനാസ്ഥയാണ്, അശ്രദ്ധയാണ്. കൃത്യസമയത്ത് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണ് എന്ന് അവർ തിരിച്ചറിയാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഇത്ര മോശമാകുന്നത് തടയാമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് DMOക്ക് അടക്കം പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. കോഴിക്കോട് നിന്ന് നിഖിൽ കടത്ത്, മറുനാടൻ മലയാളി.